എല്ലാ മച്ചന്മാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ MT. അപ്പം ഇന്നത്തെ എപ്പിസോഡ് മാനേജർ ഗെയിമോടെ എപ്പിസോഡാണ്. അപ്പം ഇത് ലാസ്റ്റ് എപ്പിസോഡാണ്, ലീഗ് മാച്ചിലെ ലാസ്റ്റ് എപ്പിസോഡ്. ഇനി സെമി ഫൈനൽ അത് സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഇടാനാണ് പ്ലാൻ. അപ്പം നമ്മൾ നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാൻ മച്ചന്മാരെ. 2 മാച്ചേ ഉള്ളൂ, മുംബൈനെതിരെയും ബാംഗ്ലൂരിനെതിരെയും. അത് കളിക്കാൻ പോവുകയാണ് മച്ചന്മാരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചാണ് ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് മാച്ച് മുംബൈ സിറ്റിനെതിരെയാണ്. ഇവരോട് നമുക്ക് എന്തായാലും ജയിക്കാൻ കഴിയും മച്ചാണ്. കൈമടി ക്രിവല്ലാരെയൊക്കെ ഡിഫ്രീക്ക് ജോർദാൻമക കൊടുക്കുന്നു. ജോർദാൻമകയുടെ ഷോട്ട് ഗോൾ ഗൈസ്. അഫ്കോഴ്സ് ഇത് ഗോളാണെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ 1-0 ആയിട്ടുണ്ട്. വീണ്ടും 5 മിനിറ്റിന് ചാൻസ് കൂടി പെനാൽറ്റി ധോണിക്കാക്ക് അടിക്കുന്ന വെച്ചാൽ ധോണിക്കാക്കയുടെ ഗോൾ. വീണ്ടും ധോണിക്കാക്ക് 2ാമത്തെ ഗോളാണ് അടിക്കുന്നു തോന്നുന്നു. സ്റ്റിൽ നമുക്ക് 12ാം മിനിറ്റിൽ വീണ്ടും ചാൻസ്. ജോർദാൻമക 1-1 സിറ്റുവേഷൻ. ജോർദാൻമക ഈസിയായി മാറി ഗോൾ അടിച്ചിരിക്കുകയാണ്. 3-0 ആയിരിക്കുകയാണ് വെച്ചവന്. 3-0 ആയിരിക്കണം. ലാസ്റ്റത്തെ 13 മിനിറ്റിൽ 3-0 മുംബൈക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ. നല്ല ഡിഫൻഡിങ്. വീണ്ടും ഒക്കെ തന്നെയാണ് ചാൻസ്. വീണ്ടും നല്ല ഡിഫൻഡിങ്. വീണ്ടും ഗോളിയുടെ സേവ്, ഡിഫൻഡറുടെ ക്ലിയറൻസ് ഫുള്ളും പിന്നെ അവർക്ക് തന്നെയാണ് ചാൻസ് കിട്ടുന്നത്. ഗോൾ കീപ്പർ പൊടിച്ചിരിക്കുകയാണ്. അവസാനം 2 മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ജോർദാൻമക ഫ്രീ ആയിട്ടുണ്ട്. ക്രിവല്ലയുടെ പാസ് ജോർദാൻമകയിലേക്ക്. ജോർദാൻമക സ്റ്റിൽ ജോർദാൻമക ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. ചാൻസ് കിട്ടിയിരിക്കുകയാണ് മറ്റൊരു. വീണ്ടും 28ാം മിനിറ്റിൽ സാധു ഗോഗിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ അപ്പം ജോർദാൻമകയുടെ ഷോട്ട്, 2ാമത്തെ ഷോട്ടും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പിന്നെ 3ാമത് ആദ്യ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ക്രിവല്ലാരെ ടു ജോർദാൻമകയുടെ ഗോൾ ഗൈസ്. ഹാട്രിക് നാളത്തേക്കായെന്നാണ് തോന്നുന്നത്. നമുക്ക് ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ചെയ്യുമ്പോൾ 4-0 ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 അടിച്ചു കൊടുത്തിരിക്കുകയാണ് മുംബൈ സിറ്റിക്കെതിരെ. സെക്കൻഡ് ഹാഫിൽ അവർ അടിച്ചിരുന്ന് നല്ല ഉറപ്പുണ്ട് വെച്ചാൽ. വീണ്ടും ഒരു ചാൻസ്. 5-0 ആയിരിക്കണം വെച്ചാൽ. റഹീമലി ടു ജോർദാൻമക സ്റ്റിൽ ജോർദാൻമകയുടെ ബോൾ ക്ലിയർ ചെയ്യുന്നു. മുംബൈക്ക് വീണ്ടും ചാൻസ്. ഇത് ഗോളാണ് ഗൈസ്, ഉറപ്പാണ്. അപ്പോൾ നല്ല ഡിഫൻഡിങ്. വീണ്ടും നല്ല ഗോൾ കീപ്പറുടെ ക്യാച്ചിങ്. 59ാം മിനിറ്റിൽ വീണ്ടും അവർക്ക് ചാൻസ്. സെക്കൻഡ് ഹാഫ് അവരെ അടിക്കാനുള്ള പ്ലാനാണ്. നല്ല ഡിഫൻഡിങ്. 70 മിനിറ്റും ആവാനായി വെച്ചാൽ. 47ാം മിനിറ്റിൽ നമുക്ക് ഒരു റെഡ് കാർഡ് ഇട്ടിരിക്കുകയാണ് വെച്ചാൽ. ക്രിവല്ലാരൊക്കെയാണ് വേണ്ടാത്തൊരു പണിക്ക് പോയതാണ്. സാരമില്ല വെച്ചവനെ. എന്തായാലും 4-0 ഉണ്ട്. വീണ്ടും അവർക്ക് 80ാം മിനിറ്റിൽ ചാൻസ്. പെനൽറ്റി പുറത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കണം വെച്ചവനെ. ഇത് ജയിച്ചാൽ വാട്ട് എ മാച്ച്. നല്ല ഡിഫൻഡിങ്. ഗോൾ കീപ്പറുടെ സേവ് സ്റ്റില്ലോ. നല്ല കീപ്പറുടെ സേവ്. ഇവൻ കീപ്പർ കളി കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവനെ. 4-0 മുംബൈനെ തോപ്പിച്ചിരിക്കുന്നത്. വാട്ട് എ മാച്ച് ബ്രോ, വാട്ട് എ മാച്ച് മച്ചാണ്. ഈ മാച്ചിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇപ്പോൾ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റട്ടെ വെച്ചപോലെ. ക്രിവല്ലാർക്ക് വേണ്ടാത്തൊരു പണിയാണ്. ആരെ കൊണ്ടുവരുമെന്ന് അറിയുന്നില്ല വെച്ചപോലെ. എന്തായാലും മുഹമ്മദ് റഫീഖിനെ തന്നെ കൊണ്ടുവരാൻ തോന്നുന്നു. സാധനം നന്നാലും വെച്ചാൽ നിൽക്കട്ടെ. ബാംഗ്ലൂരിന് അതിനെയാണ് കളിക്കാൻ പോകുന്നത് വെച്ചപോലെ. ലാസ്റ്റ് ലീഗ് മാച്ച് ഫോർ ബാംഗ്ലൂർ. 14ാം മിനിറ്റിൽ നമുക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവന്. വീണ്ടും ഒരു ചാൻസ്. ആകാശിൻ്റെ നല്ല ബോൾ കൺട്രോളിങ്.
സ്റ്റിൽ ബോൾ കൺട്രോളിങ്. ജോർദാൻ മുറയുണ്ട്. ജോർദാൻ മുറയിലേക്ക് പാസ്. നല്ല സ്പേസ്. ഷോർട്ട് ഗോൾ. ഓ മൈ ഗോഡ്, പോസ്റ്റ് മേടിക്കുന്ന വെച്ചാൽ പോലെ. വീണ്ടും കളി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. 30 മിനിറ്റിൽ അവർക്കൊരു ചാൻസ്. ഷുവർ ഗോൾ ഗൈസ്. ഓ നേരെ ഗോളിയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. നോക്കാം. 32 മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക്. റഫീഖ്. ചോദൻമുറ. ജോർദാൻ മുറ. വാട്ട് എ ഗോൾ മച്ചമ്മരെ. ജോർദാൻ മുറയുടെ ഗോൾ. വാട്ട് എ ഗോൾ. വാട്ട് എ അൺബിലീവബിൾ ഗോൾ. ബാംഗ്ലൂരിനെതിരെ നമ്മൾ വീണ്ടും ബാംഗ്ലൂരിന് ചാൻസ്. എന്തായാലും 1-0 ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. എന്തായാലും 1-0 കഴിയുന്ന യെസ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ടുണ്ട് മച്ചവനെ. ഒരു ലീഡുണ്ട് മച്ചവനെ, അതൊന്നും പോരാ. എന്നാലും വേണം ഇനി സെക്കൻഡ് ഹാഫിന് നല്ല ചാൻസൊക്കെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക മച്ചവനെ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കാൻ 50 മിനിറ്റ് ആയിട്ടുണ്ട്. 80 മിനിറ്റിലൊരു ചാൻസ് അവർക്ക്. ഒന്ന് ഷോട്ടാണ് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് അടിച്ചു കൊടുക്കുന്നത്. വീണ്ടും ചാൻസ് 55 മിനിറ്റിൽ. ഇതും നല്ല പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. ഇവർക്ക് പോസ്റ്റിലടിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു വെച്ചവരെ. 68 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 70 മിനിറ്റ് നമുക്കൊരു ചാൻസ്. മുഹമ്മദ് റഫീഖിൻ്റെ ഫ്രീ കിക്ക്. വാട്ട് എ ഗോൾ. മുഹമ്മദ് റഫീഖ് നല്ലൊരു ഫ്രീ കിക്കാണ്. നമ്മൾ ക്രിവല്ലാറിൻ്റെ ഫ്രീ കിക്ക് കണ്ടു. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് റഫീഖിൻ്റെ ഫ്രീ കിക്കാണ്. ഗൈസ് നമുക്ക് വീണ്ടും ഒരു റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് 2 ലീഗ് മാച്ച് നമുക്ക് റെഡ് കാർഡ്. അതും അലിക്കാണ് കിട്ടിയത്. റഹീം അലിക്കാണ് റെഡ് കാർഡ് കിട്ടിയത്. അതും നമ്മളെ മെയിൻ പ്ലെയറാണ്. എന്തായാലും നമുക്ക് കുറേ പ്ലെയറിന് കിട്ടി. ജോഡി കാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് റെഡ് കാർഡ്. യെല്ലോ കാർഡ്. ലീഗ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട് മച്ചമ്മനെ. ഈ എപ്പിസോഡിനെ കുറിച്ചും ലീഗിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മച്ചമ്മനെ. നെക്സ്റ്റ് സീസണിൽ ഈ ടീമിൽ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ വേറെ ടീമിലേക്ക് പോകണോ, ഇന്ത്യയുടെ പുറത്ത് പോയി കളിക്കണോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക മച്ചമ്മനെ. അപ്പം നമ്മളെ പുതിയൊരു കരിയർ മോഡ് വരുന്നുണ്ട് മച്ചമ്മനെ. കരിയർ മോഡാണ്. അതും നമ്മളെ പ്ലെയറിനെ മാത്രം കൺട്രോൾ ചെയ്ത്. പക്ഷെ ആ ഗെയിം കുറച്ച് പഠിക്കാനുണ്ട് മച്ചന്മാരെ. അതൊക്കെ പഠിച്ച് നല്ല സ്വീറ്റായി കഴിഞ്ഞ് ഞാൻ ആ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ. അപ്പം ഇത് ഒരു അടുത്ത എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ കഴിയുമെന്നാണ് തോന്നുന്നത്. അടുത്തൊരു 2 എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ കഴിയുമെന്നാണ് തോന്നുന്നത്. മാക്സിമം നോക്കാം മച്ചന്മാരെ. നമുക്ക് വേഗം കഴിപ്പിക്കാൻ നോക്കാം. എന്നിട്ട് അടുത്തൊരു കരിയർ മോഡ് സ്റ്റാർട്ട് ചെയ്യാം മച്ചന്മാരെ. മാക്സിമം നിങ്ങളെ സപ്പോർട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. അപ്പം നമ്മളെ ജോർദാൻ മുറയാണ് ഗോൾഡൻ ബൂട്ട് വിന്നറായി പ്രഖ്യാപിക്കുമെന്ന് പറയാം. ഗോൾഡൻ ബൂട്ട് വിന്നർ എന്തായാലും ജോർദാൻ മുറയാണ്. ദിമിത്രി ഒന്നും എത്തൂല. നമുക്ക് സെമിയിൽ ജയിച്ചാൽ നല്ല ഫൈനലിലേക്കാണ് ചാനലിന്. അത് മുംബൈനെതിരെയാണ്. മുംബൈനെ വേണ്ടിയിട്ട് 2 കളി അടുപ്പിച്ച് നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട് 2 ലെഗും. അപ്പോൾ ഈ കളിയും ജയിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.